നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ മധു, കൺസൾട്ടന്റ് ENT സർജൻ. ഇന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖത്തെ പറ്റി സംസാരിക്കാം. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അഡനോയിഡ് ഹൈപ്പർട്രോഫി. അപ്പം എന്താണ് അഡനോയിഡ്? അഡനോയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന്റെ പിൻഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. എന്നാൽ ചുരുക്കം ചില കുട്ടികളിൽ അത് എൻലാർജ് ആവാനും അതുവഴി ആ മൂക്കിന്റെ പിൻഭാഗം ഫുള്ളായിട്ട് ഒബ്സ്ട്രക്ട് ചെയ്യാനും ഉള്ള ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ട്. അതൊരു 20-30% കുട്ടികളിലാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ മൂക്കിന്റെ പിറകിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഒക്ലൂഡ് ആയതുകൊണ്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ വായ തുറന്ന് ശ്വാസം എടുക്കുക, ഉറങ്ങുമ്പോൾ കൂർക്കം വലി, പിന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുക, ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് ചെവിയിലേക്ക് ബാധിക്കുക, ചെവിയിൽ നീരിറങ്ങുക, കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ചെവിയിൽ റിക്കറന്റ് ഇൻഫെക്ഷൻസ് വരിക, പിന്നെ മുഖത്തിന്റെ ഷേപ്പിനെ ബാധിക്കുക, പല്ല് ഉന്തി വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. അത് ചികിത്സ എന്താണെന്ന് വെച്ചാൽ സർജറിയാണ്. സർജറിയിലൂടെ അഡനോയിഡിന്റെ എൻലാർജ്മെന്റ് അത് കുറക്കാൻ പറ്റും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത് തന്നെയുള്ള ENT ഹോസ്പിറ്റലിൽ കാണിക്കാം.